ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മലബാർ സ്റ്റൈൽ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി 250 ml കപ്പിന് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 2 മുരിങ്ങക്കായ, ഒരു ക്യാരറ്റ്, 4 കോവയ്ക്ക, ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത്, പിന്നെ ഒരു വലിയ തക്കാളി, 10 ചെറിയുള്ളി, പിന്നെ ഈ ഒരു സൈസിലുള്ള 10 വെണ്ടക്കയും 3 വഴുതനങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ ഏകദേശം ഒരേ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി, ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുള്ളതാണിത്. പിന്നെ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ, പിന്നെ തേങ്ങ വറക്കുമ്പോൾ ചേർക്കുന്നതിന് വേണ്ടി 2 വലിയ വെളുത്തുള്ളിയും 4 ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട പൊടികളും തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ സാമ്പാറിലേക്ക് കായത്തിൻ്റെ കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് തേങ്ങയുടെ കൂടെ അരച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ കടലപ്പരിപ്പൊക്കെ ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇപ്പോൾ നല്ലപോലെ മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതൊരു ഇളം ചൂടോടുകൂടി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 വിസിലൊക്കെ പോയതിന് ശേഷം കുക്കർ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടക്കയും വഴുതനങ്ങയും ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം കഷ്ണങ്ങൾ മുങ്ങി നിൽക്കേണ്ട പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കറി ഇപ്പോൾ നല്ലപോലെ തിളച്ച് കഷ്ണങ്ങളൊക്കെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു തവണ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വെണ്ടക്കയും വഴുതനങ്ങയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് കറിയിലെ ഉപ്പ് എരിവൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സാമ്പാർ നമ്മൾ എപ്പോഴും വാങ്ങി വെക്കുമ്പോഴായാലും കുറച്ച് ലൂസായിട്ട് തന്നെ വേണം വാങ്ങി വെക്കാൻ. കാരണം ഇത് തണുത്ത് വരുന്നതിനനുസരിച്ച് ഒന്നുകൂടി കട്ടിയായി വരും. ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.